all. Today we are going to discuss about the poem Be Drunk. കുടിയന്മാരാവുക. ചാൾസ് ബട്ട്ലർ എഴുതിയിട്ടുള്ള ബി ഡ്രങ്ക് എന്ന പോം കേൾക്കുമ്പോൾ ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണത്? കുടിയന്മാരാവുക എന്ന് പറയുമ്പോൾ കള്ളുടിക്കുന്നവരാവുക എന്നൊരു ഫീൽ വരുന്നുണ്ടോ? എന്നാൽ ഇവിടെ പോയിറ്റ് എന്താ ഉദ്ദേശിച്ചുള്ളത് നമുക്ക് കവിതയിലൂടെ നോക്കാം. ചാൾസ് ബട്ട്ലർ വാസ് എ 19th century French poet, writer and essayist. He was best known for his collected works Les Fleurs du Mal. അദ്ദേഹം ഒരു ഫ്രഞ്ച് റൈറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാഹാരം, കവിതാ സമാഹാരമായിട്ടുള്ള ലെസ് ഫ്ലോസ് ഡു മാൽ എന്നത് ഫ്ലവർ ഓഫ് എവിൽ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ട്രാൻസ്ലേറ്റർ ഓഫ് എഡ്ഗർ അലൻ പോയുടെ ഫസ്റ്റ് ട്രാൻസ്ലേറ്റർ അദ്ദേഹമായിരുന്നു. ഹിസ് വർക്ക്സ് ഈസ് നോൺ ഫോർ ക്വസ്റ്റനിങ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ, എസ്പെഷ്യലി ദ റിലീജിയസ് കൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ മെയിനായിട്ട് കാണുന്നത് മതത്തിലെ പല കൺസെപ്റ്റുകളുണ്ട് അല്ലേ, അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്. അപ്പം അറിയാം ആളൊരു റെവല്യൂഷണറി ആണ്, മനസ്സിലായില്ലേ. ഹിസ് ബുക്സ് ഡീൽഡ് വിത്ത് ടോപ്പിക്സ് ലൈക്ക് സെക്സ് ആൻഡ് ലെസ്ബിയനിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു വിഷയങ്ങൾ, ആരും തൊടാൻ മടിക്കുന്ന വിഷയങ്ങൾ, അതായത് സെക്സും ലെസ്ബിയനിസം ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വിഷയമായിട്ട് വന്നിരുന്നത്. മെനി ഓഫ് ഹിസ് പോംസ് വെർ ഫൗണ്ട് ഒഫൻസീവ് ടു റിലീജിയൻ ആൻഡ് പബ്ലിക് മൊറാലിറ്റി. മിക്ക പോയംസും ഇദ്ദേഹത്തിൻ്റെ ചില പോയംസൊക്കെ റിലീജിയൻ അതുപോലെ പബ്ലിക് മൊറാലിറ്റീനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. He had been imposed heavy fine for writing obscene matter. Obscene matters എന്ന് പറഞ്ഞാൽ അശ്ലീല ചുവയുള്ള എഴുത്തിന് അദ്ദേഹത്തിന് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മേലെ. The poem Be Drunk was published in his collection of short prose poem called Les Plaines de Paris. പാരീസ് പ്ലെയിൻ എന്ന പേരിൽ 1869 ഇറങ്ങിയിട്ടുള്ള ഒരു പോയത്തിൽ നിന്നാണ്, ആ ഒരു കളക്ഷൻ ഓഫ് പോയത്തിൽ നിന്നാണ് ബി ഡ്രങ്ക് എടുത്തിട്ടുള്ളത്. ഈ ഒരു പോം ഗദ്യരൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്, പദ്യരൂപത്തിലല്ല. ഇൻ ദിസ് പോം ഹി എൻകറേജ് ഹിസ് റീഡേഴ്സ് ടു ബി ഇൻടോക്സിക്കേറ്റഡ് ബൈ സംതിങ് ടു ഫോർഗെറ്റ് അബൌട്ട് ദി ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം നൽകണം എന്തിനാ വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടെങ്കിലും മത്ത് പിടിച്ചവരായിരിക്കാം. അതായത് നമ്മൾ ആ ഒരു മത്തിലായിരിക്കും, മത്ത് പിടിച്ച അവസ്ഥ അറിയാമല്ലോ, കള്ളൊക്കെ കുടിച്ചിട്ട് മത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വബോധം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ്, ജീവിതത്തിൽ തീർച്ചയായും കുറേ ഹാർഷ് റിയാലിറ്റീസ് ഉണ്ട്. ഹാർഷ് എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ള വാസ്തവങ്ങൾ, സത്യങ്ങളുണ്ട് അല്ലേ. മരണം പോലത്തെ, അല്ലെങ്കിൽ മാരകമായ അസുഖം, ദാരിദ്ര്യം പോലെയുള്ള ഒരുപാട് ഹാർഷ് റിയാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹാർഷ് റിയാലിറ്റീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും മത്ത് പിടിച്ചവരായിട്ടിരിക്കാനാണ് അദ്ദേഹം ജനങ്ങളെ എൻകറേജ് ചെയ്യുന്നത്. The poem Be Drunk by Charles Baudelaire represents life and how everyone should act towards it. You can't take life for granted and let it pass you by. അതായത് ചുമ്മാ അങ്ങോട്ട് ജീവിച്ച് തീർക്കാൻ പറ്റുമോ? ജീവിതം ഒരുപാട് സന്തോഷങ്ങളുണ്ട്, അതേപോലെ തന്നെ ദുഃഖങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ചാൾസ് ബട്ട്ലർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ എവരി വൺ ഷുഡ് ആക്ട് ടുവേർഡ്സ് ഇറ്റ്, എങ്ങനെ ജീവിതത്തിനോട് പെരുമാറണം. യു കാൺ ടേക്ക് ലൈഫ് ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ലെറ്റ് ഇറ്റ് പാസ് യു ബൈ. ചുമ്മാണ്ട് ജീവിച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യക്ഷമമായി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തോട് പെരുമാറണം, നന്നായി എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. Baudelaire uses both imagery and metaphors in the poem Be Drunk. He talks about why you should be drunk on life. അദ്ദേഹം മെറ്റഫറും ഇമേജിനറി ഒക്കെ യൂസ് ചെയ്യുന്നതിനൊപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ കുടിക്കുന്നത്. ആൻഡ് ഗീവ്സ് ദ റീഡേഴ്സ് സെൻസസ് ടു തിങ്ക് അബൌട്ട് ഇൻ ദ പോയം. ഈ ഒരു പോയത്തിലൂടെ അദ്ദേഹം ചിന്തിക്കാനുള്ള സെൻസ് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമുക്ക് കുടിയന്മാരെ കുറിച്ചിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും അവരെന്തിനാണ് താൽക്കാലിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു അഡിക്ഷന് വിധേയമാവാണ്. അപ്പോൾ അവർക്ക് തൽക്കാലം ചെറിയൊരു മനസ്സിന് ശാന്തിയൊക്കെ കിട്ടും അല്ലേ. അവർക്ക് ലോകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ബോധേടേ അല്ല, അവർ അവരുടേതായ ലോകത്തേക്ക് എത്തും.
അതേപോലെ ഇവിടെ തന്നെ ചോദിക്കണം, എന്തിനാണ് കുടിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഡോണ്ട് വേസ്റ്റ് ടൈം ബീങ് അപ്സെറ്റ്, ബി എക്സൈറ്റഡ്, ബി ഡ്രങ്ക്. അപ്പോൾ നല്ലൊരു ഉപദേശമാണ് തരുന്നത് അല്ലേ. ചുമ്മാ വേവലാതിപ്പെട്ടിട്ട് എനിക്കിനി പരീക്ഷ കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവും, പഠിക്കേണ്ട സമയത്ത് പഠിക്കില്ല, എന്നിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ടിരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ എന്താണ് വെറുതെ അപ്സെറ്റ് ആവുക, എന്നിട്ട് ജീവിതം നശിപ്പിച്ച് കളയണേക്കാളും നല്ലത് എന്താണ്, ഉന്മാദത്തിലെത്തുക അല്ലെങ്കിൽ ലഹരി അനുഭവിക്കുന്നതാണെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. യു ഹാവ് ടു ബി ഓൾവേസ് ഡ്രങ്ക്, ദാറ്റ് ഈസ് ഓൾ ദർ ഈസ് ടു ഇറ്റ്. നിങ്ങൾ എപ്പോഴും ഉന്മാദത്തിലായിരിക്കുക, ലഹരിയിലായിരിക്കുക. ഇറ്റ് ഈസ് ദ ഓൺലി വേ സോ ആസ് നോട്ട് ടു ഫീൽ ദ ഹൊറിബിൾ ബർഡൻ ഓഫ് ടൈം. ഇതാണ് ആകെ കൂടിയുള്ളൊരു വഴി. അങ്ങനെയാണെങ്കിൽ കാലത്തിൻ്റെ ആ ഒരു ബർഡനിൽ നമ്മൾ കുടുങ്ങിക്കിടക്കില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ബ്രേക്സ് യുവർ ബാക്ക്, അത് നിങ്ങളുടെ നടു ഒടിക്കുന്നു. ആൻഡ് ബെൻഡ്സ് യു ടു ദ എർത്ത്, അത് നിങ്ങളെ ഭൂമിയിലേക്ക് കൂപ്പ് കുത്തിക്കുന്നു. യു ഹാവ് ടു ബി കണ്ടിന്യൂലി ഡ്രങ്ക്, നിങ്ങൾ തുടർച്ചയായി ഉന്മാദത്തിലായിരിക്കുക, ലഹരിയിലായിരിക്കുക. ബട്ട് ഓൺ വാട്ട്, പക്ഷെ എന്തുകൊണ്ട്, ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈൻ, ബട്ട് ഓൺ വാട്ട്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ലഹരിയിലാവേണ്ടത്? അതൊരു വൈൻ കുടിച്ചിട്ടാണോ, അതല്ലെങ്കിൽ ഒരു കവിത രചിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ കവിത ആസ്വദിക്കുമ്പോഴാണോ, ഓർ വെർച്യു അല്ലെങ്കിൽ നന്മ കൊണ്ടാണോ? ആസ് യു വിഷ് ബട്ട് ബി ഡ്രങ്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നന്മ കൊണ്ടാണോ, പോയം കൊണ്ടാണോ, പോയട്രി കൊണ്ടാണോ, അല്ലെങ്കിൽ വൈൻ കൊണ്ടാണോ നിങ്ങൾ ഉന്മാദത്തിലാവേണ്ടത് എന്നത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബട്ട് ബി ഡ്രങ്ക്, പക്ഷേ നിങ്ങൾ കുടിച്ചിരിക്കണം. He suggests the readers to get drunk to whatever they wish. ഇവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കുടിക്കാം. ഇറ്റ് വിൽ ഫ്രീ ദം ഫോർ ദ ഹൊറിബിൾ ബർഡൻ ഓഫ് ടൈം. സമയത്തിൻ്റെ കുരുക്കിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ ആ ഒരു ഉന്മാദാവസ്ഥ സഹായിക്കും, ഡ്രങ്കായിട്ടുള്ള ആ ഒരു അവസ്ഥ സഹായിക്കും. ഹി ഡിമാൻഡ്സ് എ ചേഞ്ച് ഇൻ ദ തിങ്കിങ് ഓഫ് പീപ്പിൾ. മനുഷ്യന്മാരുടെ ചിന്തയിൽ ഒരു മാറ്റം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Nowadays, people have no time to do what they love, and they spend all their time glued to the work that brings them money and power. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒന്നിനും സമയമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവർ ചെയ്യണില്ല. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാശ് സമ്പാദിക്കുക, പവർ കൊണ്ടുവരിക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി അവർ ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സന്തോഷങ്ങളും വേണ്ട എന്ന് വെക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് പറയും. എന്നിട്ട് മക്കളെ കൂടെ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. അതേപോലെ അവർ കാശ് നന്നായി സമ്പാദിക്കുന്നുണ്ടാവും, മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ മക്കൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. This is annoying the author, and that is why he is saying everyone to get drunk. ഇത് നമ്മുടെ കവിയെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, അവരെ എന്താ പറയുക, വെറുപ്പ് ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കവി എല്ലാവരോടും കുടിയന്മാരാവാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു സംതിങ് വിച്ച് മേക്സ് ദം ഹാപ്പി. അതായത് കുടിക്കുന്നത് എന്തിനാണ്? വെറും ഒരു സന്തോഷത്തിന്. എല്ലാവർക്കും അറിയാം കള്ള് കുടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എന്നാൽ കുടിക്കുന്നത് എന്തിനാണ്? സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിൽ കിട്ടണില്ലെങ്കിൽ നിങ്ങൾ കുടിയന്മാരായിക്കോ. ആ ഒരു എക്സ്ട്രാ പ്രോഡക്റ്റായിട്ടുള്ള ഒരു സംഭവം, അത് പോമാവാം, അല്ലെങ്കിൽ പോയട്രി ആവാം, വൈനാവാം, അല്ലെങ്കിൽ വെർച്യു ആവാം. ഇതിൽ എന്ത് ഉപയോഗിച്ചിട്ടായാലും വേണ്ടില്ല, നിങ്ങൾ ഉന്മാദത്തിലാകൂ, നിങ്ങൾ സന്തോഷത്തിലാകൂ ാണ് കവി പറയുന്നത്. ആൻഡ് ഇഫ് സംടൈംസ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് എ പാലസ് ഓർ ദ ഗ്രീൻ ഗ്രാസ് ഓഫ് എ ditch in the mournful solitude of your room you wake again, drunkenness already diminishing or gone. Ask the wind, the wave, the star, the bird, the clock, everything that is flying, everything that is groaning, everything that is rolling, everything that is singing, everything that is speaking. Ask what time it is, and wind, wave, star, bird, clock will answer you. It is the time to be drunk, so as not to be the martyred slaves of time. Be drunk. Be continually drunk on wine, on poetry, or on virtue, as you wish. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. പക്ഷേ
ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ നമ്മളൊരു കൊട്ടാരത്തിലാവാം, അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാസ് ഓഫ് എ ഡിച്ച് എന്ന് പറഞ്ഞ കുഴി, ഒരു പുൽത്തകിടുള്ള ഒരു കുഴിയിലാവാം, ചിലപ്പോൾ അതൊരു കബറാവാം, ശവകുടീരമാവാം. ഇൻ ദ മോൺഫുൾ സോളിറ്റ്യൂഡ് ഓഫ് യുവർ റൂം, നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലെ വിലപിക്കുന്ന ഒരു ഏകാന്തതയിലാവാം. യു വേക്ക് അഗെയിൻ, എങ്ങനെ ആയാലും നിങ്ങളെപ്പോൾ എണീക്കും. നിങ്ങളുടെ ഉന്മാദം പോയിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലഹരി നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ എണീക്കും, റിയാലിറ്റിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ എത്രയൊക്കെ ലഹരിയിലായിരിക്കുമ്പോഴും ഇടയ്ക്ക് റിയാലിറ്റി നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട്. ഡ്രഗ്നെസ് ഓൾറെഡി ഡിമിനിഷിങ് ഓർ ഗോൺ, ആ ഒരു സമയത്ത് ആ ഒരു കെട്ട് അടങ്ങിയിട്ടുണ്ടാവും, മത്ത് നമ്മൾ വിട്ട് പോയിട്ടുണ്ടാവും. ആസ്ക് ദ വിൻഡ്, ആ ഒരു സമയത്ത് ചോദിക്കുക. ആരോടൊക്കെയാണ് ചോദിക്കേണ്ടത്? വിൻഡ്, ദ വേവ്, ദ സ്റ്റാർ, ദ ബേർഡ്, ദ ക്ലോക്ക്, എവ്രിതിങ് ദാറ്റ് ഈസ് ഫ്ലൈയിങ്. അങ്ങനെ പറക്കുന്ന എല്ലാ സാധനത്തിനോടും ചോദിക്കുക. അതുപോലെ എവ്രിതിങ് ദാറ്റ് ഈസ് ഗ്രോണിങ് മീൻസ് അലറിക്കരയുന്ന അവയോട് നിങ്ങൾ ചോദിക്കുക. എവ്രിതിങ് ദാറ്റ് ഈസ് റോളിങ്, ഉരുണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനോടും നിങ്ങൾ ചോദിക്കുക. എവ്രിതിങ് ദാറ്റ് ഈസ് സിംഗിങ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരോടും നിങ്ങൾ ചോദിക്കുക. ആസ്ക് വാട്ട് ടൈം ഇറ്റ് ഈസ്, ഇത് ഏതാണ് സമയം എന്ന് ചോദിക്കൂ. ആൻഡ് വിൻഡ്, വേവ്, സ്റ്റാർ, ബേർഡ്, ക്ലോക്ക് വിൽ ആൻസർ യു. ആ ഒരു സമയത്ത് സകല സാധനങ്ങളും നമ്മളോട് ഉത്തരം പറയും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ബി ഡ്രാങ്ക്. എന്താണ് അവർ ഉത്തരം? ഇത് കുടിക്കാനുള്ള സമയമാണ്. ഇറ്റ് ഈസ് ടൈം ടു ബി ഡ്രങ്ക്. നിങ്ങളിലേക്ക് വീണ്ടും ലഹരി വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദാർത്ഥം ഉള്ളിലേക്ക് ചെല്ലേണ്ട ടൈമാണ്. ഇറ്റ് ഈസ് ടൈം ടു ബി ഡ്രങ്ക്. സോ ആസ് നോട്ട് ടു ബി ദ മാട്രിഡ് സ്ലേവ്സ് ഓഫ് ടൈം. മാട്രിഡ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി, ടൈമിൻ്റെ രക്തസാക്ഷി ആയിട്ടുള്ള ഒരു അടിമയല്ല നിങ്ങൾ. അതുകൊണ്ട് കുടിക്കുക, ബി ഡ്രങ്ക്. It is time to be drunk so as not to be the martyred slaves of time. Be drunk. Be continually drunk. കുടിച്ചുകൊണ്ടേയിരിക്കുക. On wine, on poetry or on virtue as you wish. വീണ്ടും പറയാണ്, അതെന്താവാം? ലഹരി ഉണ്ടാക്കുന്ന വൈനാവാം, അല്ലെങ്കിൽ പോയട്രി ആവാം, അല്ലെങ്കിൽ ഒരു നന്മയാവാം. വരച്ചു എന്ന് പറഞ്ഞാൽ നന്മ അല്ലേ? ഏതെങ്കിലും ഒരു നന്മ കൊണ്ടുപോലും ലഹരി പിടിക്കുന്ന ആളുകളുണ്ട്. നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് അവർക്ക് വല്ല ബോധം ഉണ്ടാവുമോ? ഇല്ല, അതാണ് അവരുടെ ലഹരി. അപ്പോൾ അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എല്ലാ ഹോളി ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ നമ്മളതനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല. നമ്മൾ ആവശ്യമില്ലാത്ത വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് സങ്കടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ജീവിതം അത്രത്തോളം ദുരന്തം നിറഞ്ഞതായിട്ടല്ല. ദുരന്തം ഉണ്ടാവുന്നത് എന്താണ്? മനുഷ്യർക്ക് ഇടയ്ക്ക് മത്ത് പോകുമ്പോൾ, നമ്മൾ എന്തിനേലും മത്ത് പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു മത്ത് പോകുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് അല്ലേ? അപ്പോൾ പഠിക്കാനായാലും ഇപ്പോൾ അറിവ് കൊണ്ട് മത്ത് പിടിച്ച ആൾക്കാരുണ്ട്. അറിവ് തേടിയിട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുള്ള ആളുകളുടെ കഥകൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അങ്ങനത്തെ ആളുകളെ. അല്ലെങ്കിൽ മറ്റു പല ക്രേസും കൊണ്ട്, ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മത്ത് പിടിച്ച ആൾക്കാരുണ്ടാവും. അവരെ കൊണ്ട് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർക്ക് ജീവിതത്തിലെ സങ്കടങ്ങളെ കുറിച്ച് പറയാനൊന്നും ടൈമില്ല. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ട്, അവരുടെ പുതിയ വേ ഓഫ് തിങ്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. ദ പോയിറ്റ് വാണ്ട്സ് the readers to get drunk again and again when the effect of the intoxication diminishes. നമുക്കറിയാം, ഏതൊരു കാര്യത്തിലും മനസ്സർപ്പിച്ചിരിക്കുന്ന ഒരാൾക്കാർ, അതൊരു കവിത എഴുതുന്ന കാര്യത്തിലാവാം, അറിവ് നേടുന്ന കാര്യത്തിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ഒരാൾക്കാർക്ക് അതൊരു ലഹരിയാണ്. അപ്പോൾ ആ ലഹരി വിട്ടു പോകുന്നത് വരെ മറ്റ് വേവലാതികളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. ചില ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരെ കാണാറുണ്ട്, അവർ സ്വപ്നലോകത്ത് എന്ന പോലെ സന്തോഷവാന്മാരായിട്ട് കാണാറുണ്ട്. അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇടയ്ക്കൊന്ന് റിയാലിറ്റിക്ക് വരും അല്ലേ? ഇടയ്ക്ക് ഈ ഒരു ക്രിയേറ്റീവ് സൈഡ് ഒന്ന് ഫെയ്ഡായിട്ട് അവർ റിയാലിറ്റിക്ക് വരും. അപ്പോൾ എന്താവും? അവർക്ക് സങ്കടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻടോക്സിക്കേഷൻ ഡിമിനിഷസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലഹരി കൊണ്ടുള്ള ഉന്മാദം ഇല്ലാതാവും, മങ്ങി വരും, റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, റീഡേഴ്സിനോട് പറയുകയാണ്, ദ പോയിറ്റ് വാണ്ട്സ് ദ റീഡേഴ്സ് ടു ഗെറ്റ് ഡ്രാങ്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. കുടിച്ചുകൊണ്ടേയിരിക്കൂ. ഉന്മാദം ഉണ്ടാക്കുന്നത് എന്താണോ അത് നിങ്ങൾ കുടിച്ചുകൊണ്ടേയിരിക്കൂ. വെൻ ദ എഫക്റ്റ് ഓഫ് ദി ഇൻടോക്സിക്കേഷൻ ഡിമിനിഷസ്, എപ്പോഴാണോ ആ ലഹരിയുടെ അളവ് കുറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ നിങ്ങൾ
എന്ത് ചെയ്യുക, വീണ്ടും കുടിക്കുക, എന്നിട്ട് വീണ്ടും ലഹരിയിലാവുക. ടൈം ഈസ് പേഴ്സണിഫൈഡ് ആസ് ദ ഗ്രേറ്റ് എനിമി ഓഫ് ഓൾ ഹു ഹോപ്പ് ടു ലീവ് ആൻഡ് എൻജോയ് ലൈഫ്. അപ്പോൾ ഇവിടെ സമയത്തിനെയാണ് ഒരു വലിയ ശത്രുവായിട്ട് പറയുന്നത്. എല്ലാവർക്കും ജീവിക്കാനാണ് ഇഷ്ടം അല്ലേ, നല്ല രീതിയിൽ ജീവിച്ച് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോഴാണ് കാലചക്രം ഇങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാക്കി തരാം. അപ്പോൾ എന്താണ്, നമുക്ക് കാലത്തിനെ ഒരു ശത്രുവായിട്ട് കാണും അല്ലേ, ആ ഒരു ഫീലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ എനിക്ക് 40 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി, ഇനി എന്നെക്കൊണ്ട് എന്തിനാ പറ്റുക. അപ്പോൾ ഒരു അൾട്ടിമേറ്റ് അവസ്ഥയിലേക്ക് വരികയാണ് അല്ലേ, ഭയങ്കര വിഷമം, ഒരു എന്താ പറയുക, ഡെസ്പയറിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും ലഹരിയിലാവുക. പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ, പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിലിറ്റിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ലഹരിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാം. അവരൊക്കെ വളരെ സന്തോഷവാന്മാരായിട്ടും കാണാൻ കഴിയാറുണ്ട്. അവർക്കൊന്നും ടൈം എന്തല്ല, എനിമല്ല. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടൈം നമ്മുടെ എനിമയായിട്ട് വരുന്നത് എപ്പോഴാണ്, നമ്മൾ ക്രിയേറ്റീവ് ആവാതിരിക്കുമ്പോൾ. നമുക്ക് ഒരു തരത്തിലുള്ള ലഹരിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ടൈം ഈസ് എ ബർഡൻ ഫോർ അസ്. അപ്പോൾ സ്വന്തം വലയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എട്ടുകാലിയെ പോലെയാണ്. നമ്മൾ നമ്മുടെ വലയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വല നെയ്യുന്ന എട്ടുകാലികളാവാം, ആ വലയിൽ കുടുങ്ങിക്കിടക്കല്ല വേണ്ടിയത്. The wind, the waves, the star, the bird, etc. can be symbol of freedom. അപ്പോൾ ഇവിടെ പറക്കുന്ന എല്ലാ സംഭവങ്ങളും പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതൊക്കെ എന്താണ്, ഫ്രീഡത്തിൻ്റെ സിമ്പിളാണ്. പറന്നു പോവുക എന്ന് പറയുന്ന ആ ഒരു ഫ്രീഡം. അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ലഹരി ആയിരിക്കണം. അവർ ഫ്രീഡം ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു മേക്ക് ഇറ്റ്സ് എൻജോയബിൾ. നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതം ആവരുത്. നമ്മുടെ ഫ്രീഡം എന്തിനായിരിക്കണം, ലൈഫ് എൻജോയ് ചെയ്യാനായിരിക്കണം. അത് വെർച്യു കൊണ്ടാവാം, പോയട്രി കൊണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ലഹരി പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വൈന് കൊണ്ടായാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പോയിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും നമുക്ക് ലഹരി ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ബി ക്രിയേറ്റീവ് and improve your skills and don't waste your time by thinking about nuisance. ഒരു കാര്യമില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സിൽ വിഷമം കയറ്റി വെച്ചുകൊണ്ട് ഒരു ഭാരമുള്ള ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ബി ക്രിയേറ്റീവ്. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്.